ഞങ്ങൾ ഇനിയും പല തെരഞ്ഞെടുപ്പുകളിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ BJPക്കാരായിട്ട് ദീർഘകാലമായിട്ടുള്ള ആളുകൾ മാത്രമല്ല പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളെയും ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും. BJP സ്ഥാനാർത്ഥി അല്ല, അത് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിൻ്റെ അനുഭവത്തിലാണോ മനസ്സിലായത്, അതോ നിയമത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നിയമത്ത് അദ്ദേഹം പോയിട്ട് മത്സരിച്ചിട്ട് 3-ാം സ്ഥാനത്തായിരുന്നു. തൃശ്ശൂർ സിറ്റിംഗ് സീറ്റ് പോയിട്ട് നിന്നിട്ട് തോറ്റുപോയതാണ്. അപ്പോൾ ഈ കെ മുരളീധരനൊക്കെ പറയുന്നതിനൊക്കെ മറുപടി പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കെ മുരളീധരൻ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രേ അതിനൊക്കെ പ്രാധാന്യം. പിന്നെ BDJS കൊടുക്കുന്നു എന്നല്ല, NDAയിൽ BJPയും BDJSും NDAയുടെ 2 ഘടകകക്ഷികളാണ്. ഇപ്പോൾ ഞങ്ങൾ കൂടിയാലോചന നടത്തും. ആ കൂടിയാലോചന നടത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സീറ്റിൽ BDJS മത്സരിച്ചിട്ടുണ്ട്, BJPയും മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമല്ലോ, താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് മത്സരിച്ചത്, ഞങ്ങൾ തന്നെ ഇത്തവണത്തെ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തിൽപ്പെടുന്നതാണ്. സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ആൾ. എന്താ സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? അവർക്ക് കൊടുത്തിട്ടുള്ള അധികാരം അവരെന്താ പ്രയോഗിക്കാത്തത്? കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷെ അവർക്ക് കൊടുത്ത അധികാരം, ആ അധികാരം എന്താ പ്രയോഗിക്കാത്തത്? അതിൻ്റെ ഫലമായിട്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തല്ലോ. പിന്നെന്താ വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് വെടിവെക്കാത്തത്? അത് പോരല്ലോ അല്ലെന്ന്. ക്ഷുദ്രജീവി എന്ന് പറഞ്ഞിട്ട് ബാനർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പന്നി പിന്നെ ഇങ്ങോട്ട് വരില്ല. അതാണ്. പന്നിക്ക് മലയാളം വായിക്കാൻ അറിയോ? പിന്നെന്താ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കൊല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്. അല്ല, സംസ്ഥാന ഗവൺമെന്റിന് വൈൽഡ് ലൈഫ് വാർഡന് കൊല്ലാനുള്ള അധികാരം തന്നു. അല്ല, അധികാരം തന്നല്ലോ, പിന്നെന്താ ചെയ്യണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് വന്നിട്ട് ഇവിടെ വെടിവെക്കില്ലല്ലോ. എന്താ തപ്പ്? ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചാലേ വെടിവെക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ലാതെ കൊല്ലാനുള്ള അധികാരം തന്നല്ലോ.